അപ്പോൾ പുതിയൊരു അധ്യായത്തിലേക്കാണ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. നമ്മളിന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻട്രോയാണ്. റിയാക്റ്റിൻ്റെ എവിടെ വരെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്? റിയാക്റ്റിൻ്റെ ക്ലാസ് കോമ്പോണൻസിൻ്റെ അകത്ത് ജെയ്സൺ വെച്ചിട്ട് നമ്മൾ ഒരു ഡാറ്റ, നമ്മൾ തന്നെ ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ട്, ഒരു ഒബ്ജക്റ്റ്, കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളത് എന്ത് ചെയ്തു, മാപ്പ് ചെയ്ത് നമ്മൾ കാർഡ് കോമ്പോണൻറ്റിലാക്കി കാണിച്ചല്ലേ, ഒരു പ്രോജക്റ്റൊക്കെ ചെയ്തു. ജെയ്സൺ എന്താണെന്ന് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തു. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ, ഓക്കെ, ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമാറ്റ്. ഓക്കെ, നമുക്കിന്ന് നോക്കാനുള്ളത് API ആണ്. API എന്താണ്? APIയുടെ ഡെഫിനിഷനും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നാണ് APIക്ക് പറയുന്നത്. പല ടൈപ്പിലുള്ള സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിന് കുറേ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അത് റെസ്റ്റ് ഉണ്ട്, സോപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതോർത്തൊന്നും നിങ്ങൾ പേടിക്കണ്ട, ഇതെല്ലാം തന്നെ സെയിമാണ്. API എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, എന്താണ് API? API എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുവാണ്. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഇമേജിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ ഒരു ബ്രൗസറുണ്ട്. അതായത് നമ്മുടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. ഉദാഹരണത്തിന് ഒരു വെതർ ആപ്ലിക്കേഷൻ, അതിൻ്റെ അകത്ത് നമുക്ക് ഡെയിലി വെതർ അപ്ഡേറ്റ് കിട്ടും. അതായത് മഴയാണോ വെയിലാണോ മഞ്ഞാണോ എന്നുള്ള അപ്ഡേറ്റ് എല്ലാം കിട്ടും. ഓക്കെ, അത് വെബ്സൈറ്റ് ആയിക്കോട്ടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ. അതിനെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സീറ്റ് ആയിട്ട് എടുക്കാം. അതായത് നമ്മൾ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു മേശ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മളാണ് അപ്പോൾ ക്ലയൻറ്റ് ആ ഒരു കേസിൽ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ പറയുവാണ്, നമ്മൾ നേരിട്ട് അടുക്കളയിൽ പോയിട്ട് സാധനങ്ങൾ എടുത്ത് കഴിക്കുമല്ല. ഹോട്ടലിൽ ഒരു അടുക്കളയുണ്ടാകും, അവിടെ പാചകക്കാരനുണ്ടാകും. നമ്മളവിടെ പോയിട്ട് ഈ മൈദമാവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും. ഇതെല്ലാം എടുത്ത് നമ്മൾ കഴിക്കുമല്ല. പകരം നമ്മളൊരു വെയിറ്റർ എന്ന് പറഞ്ഞൊരാളുണ്ട്, വെയിറ്റർ. ഈ വെയിറ്ററിൻ്റെ അടുത്ത് നമ്മൾ പറയും, ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മളങ്ങോട്ട് വെയിറ്ററിനോട് ചോദിക്കും. അപ്പോൾ വെയിറ്റർ പറയും, ഒരു മെനു തരും. ഇപ്പോൾ മെനുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഇവിടെ എടുക്കുക. എവിടെ? നമ്മുടെ വെതർ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ സംഭവം റിക്വസ്റ്റ് ചെയ്യുന്നു. ആ റിക്വസ്റ്റ് നമ്മുടെ സെർവറിൽ നിന്ന് മറ്റാരുടെയോ ഒരു സർവീസ്, അതായത് വേറെ എവിടെയുള്ള ഉള്ള ഒരു കുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആ പുള്ളിയോട് ചെന്ന് പറയുന്നു, സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു, നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് വരുന്നു. നമുക്ക് അവിടെ നിന്ന് തന്നെ റെസ്പോൺസ് വരുന്നു. അതായത് ഇവിടെ ഒരു ഐസ്ക്രീം കൊണ്ടുവന്ന് വരുന്നില്ലേ, ഇത് നമ്മൾ ഓർഡർ ചെയ്ത ഐസ്ക്രീമാണ്. അതപ്പോൾ ഐസ്ക്രീം റെസ്പോൺസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അതായത് സെർവറിലേക്ക് നമ്മൾ ഡാറ്റ അയച്ച് റിക്വസ്റ്റ് റെസ്പോൺസ് എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു കോൺസെപ്റ്റ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഐസ്ക്രീം കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വെതർ ആപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ പറയുവാണ്, നമ്മുടെ സെർവറിൽ നിന്ന് റിക്വസ്റ്റ് പോകും. നമ്മൾ റിക്വസ്റ്റ് ചെയ്യും ക്ലയൻറ്റ് സൈഡിൽ. നമ്മൾ റിക്വസ്റ്റ് അയച്ച് കഴിയുമ്പോൾ അത് സമ്മൺ എൽസ് ആരുടെയോ കമ്പ്യൂട്ടർ, സെർവർ എന്ന് വിചാരിക്കേണ്ട, ആരുടെയോ കമ്പ്യൂട്ടർ അവരൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഈ പറഞ്ഞ വെതർ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ മുഴുവനും, ഇപ്പം നമ്മുടെ കയ്യിൽ വെതറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും, വേറൊരാളുടെ മൊബൈലിൽ വെതറിന് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. കാരണം വെതർ കണ്ടുപിടിക്കാൻ ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ആയിട്ട്. ഇതിലെല്ലാം ഉള്ള ഡാറ്റ സെയിമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിലെല്ലാം ഇപ്പോൾ ലണ്ടനിലെ അല്ലെങ്കിൽ ഇവിടുത്തെ താപനില, അതായത് നമ്മുടെ നാട്ടിലെ എറണാകുളത്തെ താപനിലയിൽ ലണ്ടനിലെ താപനിലയെ നോക്കിക്കഴിഞ്ഞാൽ സെയിമല്ല, ഡിഫറെൻ്റ് ആണ്. പക്ഷേ എല്ലാ ആപ്ലിക്കേഷനിലും സെയിം ആയിരിക്കും. എന്താ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുവാണ്, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുവാണ്. ആരുടെയോ സെർവർ, ആരുടെയോ കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യണം. ആർക്ക്? ക്ലയൻറ്റ് സൈഡിലുള്ള ബ്രൗസറിന് ആപ്ലിക്കേഷനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുവാണ്. അപ്പോൾ API എന്ന് പറയുന്ന ആളാരാണ്? ഒരു മിഡിൽ മാൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. API എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു URL ആണ്. ഓക്കെ, ഒരു URL എന്താണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഈ സംഭവം കണ്ടോ, ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്, ഇതൊരു URL ആണ്. ഓക്കെ, അതുപോലെ API എന്ന് പറഞ്ഞ സാധനം ഒരു URL ആണ്. അത് ഓൾറെഡി തന്നെ കോഡ് ചെയ്തിട്ടുണ്ട്. ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാറ്റ, അല്ലെ ആരോ സെർവറിൽ നിറച്ച് വെച്ചിരിക്കുന്ന ഡാറ്റയാണ് നമുക്ക് എന്താ പറയണേ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, ആ റെസ്പോൺസ് നമുക്ക് തിരിച്ചു തരും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു എ പി ഐനെ പറ്റി. ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആകണ്ട. അപ്പോൾ നമുക്ക് എത്ര തരത്തിലുണ്ട്, നമുക്കിപ്പോൾ എ പി ഐൻ്റെ കേസിലേക്ക് വരാം. എ പി ഐയിൽ ഇവിടെ എൻഡ് പോയിൻറ്റ്, പാത്ത്, പാരാമീറ്റർ, ഓതൻറ്റിക്കേഷൻ, ഇങ്ങനെ 4 കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, നമുക്കൊരു ഡേറ്റ, നമുക്കൊരു സാധനം ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ക്രെഡ് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ പി ഐൻ്റെ കേസിൽ നമുക്ക് ഇതേ സംഭവം തന്നെ, നമുക്കൊരു ഡേറ്റനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ അകത്തെ ഡേറ്റ ഓൾറെഡി സേവ് ആയുള്ള ഒരു സാധനം, ഒരു ഡേറ്റനെ നമുക്ക് എന്താ പറയുക, എഡിറ്റ് ചെയ്യാൻ പറ്റും. പുട്ട് റിക്വസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിലീറ്റ്. അപ്പോൾ ഇതുപോലത്തെ റിക്വസ്റ്റുകൾ നമുക്ക് അയക്കാൻ പറ്റും. പലതരത്തിൽ നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളെ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗെറ്റ് മാത്രമല്ല ഉള്ളത്, നമുക്ക് അതിൻ്റെ അകത്ത് എന്താ പറയുക, റീഡ് ഉണ്ട്, ക്രിയേറ്റ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. അങ്ങനെ 4 കാര്യമുണ്ട്. ക്രെഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഫ്യൂച്ചറിൽ റിയാക്റ്റ് വെച്ചിട്ട് ക്രെഡ് ആപ്ലിക്കേഷൻ ചെയ്യും. നമ്മളതുപോലെ ന്യൂസ് ലെറ്ററും ഫോമും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ എ പി ഐൻ്റെ കേസിലേക്ക് വരാം. എ പി ഐൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനുള്ള എൻഡ് പോയിൻ്റ് ആണ്. എന്താണ് എൻഡ് പോയിൻ്റ്? എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യു ആർ എൽ ഉണ്ടാകും. എ പി ഐൻ്റെ ഈ യു ആർ എൽ, ഈ ഒരു യു ആർ എൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ എ പി ഐൻ്റെ യു ആർ എൽ നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഒരു യു ആർ എല്ലിനെയാണ് സാധാരണ നമ്മൾ എൻഡ് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻഡ് പോയിൻ്റ് കഴിഞ്ഞു, സിമ്പിളാണ്. ആ ഒരു യു ആർ എൽ, അതായത് ആ ഒരു വെബ് അഡ്രസ്സ് നമുക്ക് കിട്ടുന്ന ആ ഒരു യു ആർ എൽ, അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ എ പി ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെബ് എ പി ഐ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് അങ്ങനെ പല വെബ് സർവീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, എ പി ഐ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് പാത്ത്. എന്താണ് പാത്ത്? നമുക്കിപ്പോൾ ഒരു യു ആർ എൽ ഉണ്ടാകും. പക്ഷേ നമുക്കതിൻ്റെ അകത്ത് യു ആർ എല്ലിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു സ്പെസിഫിക് സ്ഥലത്തെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ നമുക്ക് എടുക്കണമെന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ വെതർ ആപ്ലിക്കേഷൻ്റെ ഉദാഹരണമാണ് പറയണത്. അപ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പം അതിൻ്റെ അകത്ത് പാത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പാത്ത് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് നമുക്കൊരു സ്പെസിഫിക് പാത്തിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, www സംതിങ് സ്ലാഷ് API സ്ലാഷ് അത് എവിടെയാണോ എന്നുള്ള പാത്ത് സ്പെസിഫൈ ചെയ്യുകയാണ്. സ്ലാഷ് അത് എവിടെയാണ് ഇരിക്കുന്നത്? അതിരിക്കുന്നത് വെതറിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. വെതറിൻ്റെ അകത്ത് സ്ലാഷിൻ്റെ അകത്ത്, കൺട്രിക്കകത്ത് സ്ലാഷിൻ്റെ അകത്ത്, അതുപോലെയുള്ള ഒരു പാത്താണ് ഈ ഒരു പാത്ത് എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നത്. പിന്നെയുള്ള പാരാമീറ്റേഴ്സ്. എന്താണ് പാരാമീറ്റേഴ്സ്? പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ എല്ലിൻ്റെ കൂടെ നമുക്ക് വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകരുത്, കാരണം നമ്മൾ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ടൂൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പാരാമീറ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? പാത്തിൻ്റെ കൂടെ നമുക്ക് പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് നമുക്ക് യു ആർ എല്ലിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ, ഓക്കെ, ഈ ഒരു സ്പെസിഫിക് പാത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്ട്രിങ് കണ്ടെയ്ൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് സെർച്ച് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ മാത്രം, ഈ ഒരു ടെമ്പറേച്ചർ മാത്രം സെർച്ച് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള കീ വാല്യൂ പെയറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമുക്കിവിടെ പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യാം, എന്താണ് നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാനുള്ളത്. ഓക്കെ, തേർഡ് ഓതൻറ്റിക്കേഷൻ. ചില എ പി ഐക്കൊന്നും ഓതൻറ്റിക്കേഷൻ ഇല്ല. നമ്മൾ എ പി ഐക്ക് കൊടുക്കുന്നു, നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എന്താ പറയുക, റെസ്പോൺസ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പം ഇപ്പോൾ ഒരു വലിയൊരു ലാർജ് ലെവൽ ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മുടെ എ പി ഐക്ക് സീക്രട്ടാണ്. നമുക്ക് നമ്മുടെ ഒരു സാധനത്തിന് സെക്യൂർ ആയിരിക്കണം. അപ്പോൾ ഓതൻറ്റിക്കേഷൻ, ഇപ്പോൾ നമ്മുടെ എ പി ഐ വെച്ചിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഓതൻറ്റിക്കേഷൻ ഇല്ലെങ്കിൽ. അത് മാത്രമല്ല, ഇത്ര എമൗണ്ട് ഓഫ് റിക്വസ്റ്റും കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എന്താ സംഭവം, എറർ തന്നെ കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഫ്രീ എ പി ഐൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, എന്തായിരുന്നു, ഡമ്മി എ പി ഐസോ അങ്ങനെ എന്താണ്ട് സൈറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അയക്കുന്നുണ്ട്. മിക്ക സമയത്തും ആ ഒരു എ പി ഐ എന്താ ആ ഒരു എ പി ഐ തകരാറിലാണ് മിക്ക സമയത്തും. എന്താ, ലാർജ് എമൗണ്ട് ഓഫ് റിക്വസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്പെസിഫിക് ഐ ഡി വെച്ച് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കുമോ? ഇല്ലല്ലോ.
അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയാണ്, ഓതൻറ്റിക്കേറ്റ് ചെയ്ത് മാത്രമാണ്. ഒരു API കീ ഉണ്ടാകും, ഒരു കീ ID, ആ ID വെച്ചിട്ട് മാത്രം നമ്മുടെ API നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ URL തന്നെ, API എന്ന് പറയേണ്ട, URL എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇത്രയും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. API ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണും, കഥയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ CRUD ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യും, API വെച്ചിട്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. റിയാക്റ്റിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ API വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആക്സിയോസ് മൊഡ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട് NPMൻ്റെ. ഓക്കെ, നമുക്കിവിടെ വരാം. ഞാനിവിടെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ടൂൾ എടുത്തിട്ടുണ്ട്. പോസ്റ്റ്മാൻ ഈ ഒരു ടൂള് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. API കീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഗെറ്റ് റിക്വസ്റ്റ് അയക്കാം, പോസ്റ്റ് റിക്വസ്റ്റ് അയക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണ്. പുട്ടുണ്ട്, ഡിലീറ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ടൂൾ ഉള്ളത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സംഭവം മോക്ക് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് പോസ്റ്റ്മാൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, പോസ്റ്റ്മാൻ എന്ന് സെർച്ച് ചെയ്തതിന് കണ്ടോ, പോസ്റ്റ്മാൻ API പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിൻഡോസിന് ഡൗൺലോഡ് ചെയ്യാം, ആപ്പിളിന് ഡൗൺലോഡ് ചെയ്യാം, ഏതിന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പോസ്റ്റ്മാൻ എടുത്തപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു റിക്വസ്റ്റ് കൊടുത്തു നോക്കാം. പോസ്റ്റ്മാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പോസ്റ്റ്മാനിൽ ഇവിടെ വരിക, APIസിൽ വരിക, അല്ലെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ന്യൂ കൊടുക്കുക. ന്യൂവിൽ കണ്ട HTTP റിക്വസ്റ്റ് എന്നുള്ളത് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പേജ് നമുക്ക് കിട്ടും, ഇങ്ങനെ ഒരു പേജ്. അവിടെ കണ്ടാൽ നമുക്ക് ഇവിടെ ഗെറ്റ് റിക്വസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഗെറ്റ്, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് API ആണ്. ഇപ്പോൾ എന്താണ് API എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകണം. API ഒരു URL ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു URL സ്പെസിഫൈ ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി API ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു URL ഇവിടെ ഓൾറെഡി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള URL നമുക്ക് എടുക്കാം. ഇതൊരു വെതർ മാപ്പ് എന്ന് പറഞ്ഞൊരു APIൻ്റെ ഇതാണ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പാത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഞാനിവിടെ നിന്ന് എടുത്തു, കോപ്പി ചെയ്തു. ഇതിൻ്റെ അകത്ത് എന്താ വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പുതിയ പേജിലേക്ക് വന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, ഈ API ഓപ്പൺ weathermap.org data.2.5 ഇത്രയും എന്നുള്ളത് ഇതാണ് നമ്മുടെ API. ഈ കാണുന്ന URL ആണ് നമ്മുടെ API. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്കിവിടെ എടുക്കാം, ഇവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ API കിട്ടി, എൻഡ് പോയിൻ്റാണ്, ഇത്രയും വരെ എൻഡ് പോയിൻ്റാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട് നമ്മുടെ API ഇരിക്കുന്നവിടം വരെ. അതിനുശേഷം പാത്ത് എവിടെയായിരുന്നു, ഇവിടെ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് /weather എടുക്കുക. ഓക്കെ, ആ ഒരു സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്, പാത്ത്. പിന്നെ പാരാമീറ്റേഴ്സ്, ഇതിൻ്റെ അകത്ത് എവിടെ പാരാമീറ്റേഴ്സ് വരുന്നു, ഇവിടെ കണ്ടോ. എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഒരു ആംപർസൻറ്റ് സൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പാരാമീറ്റേഴ്സായിട്ട് നമുക്കിവിടെ കണ്ടോ, താഴെ ഇവിടെ നമുക്ക് കണ്ടോ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കീ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പം ഞാനിവിടെ ക്യൂ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഞാനിവിടെ ക്യാൻസൽ ചെയ്യട്ടെ. ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. ക്യൂ ഇട്ട ശേഷം എനിക്കിവിടെ ലണ്ടൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ലണ്ടൻ. ഓക്കെ, ഇപ്പോൾ കണ്ടോ പാരാമീറ്റേഴ്സ്, ഈ ഒരു സാധനമാണ് പാരാമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇവിടെ ഓൾറെഡി ഉണ്ട് ലണ്ടൻ API ID. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ വരെ എത്തി, നമ്മൾ പാരാമീറ്റേഴ്സ് വരെ എത്തി. ഇനി ഓതൻറ്റിക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഒരു API ID എന്നും പറഞ്ഞൊരു ID നമുക്ക് കിട്ടിയേക്കണേ. API ID ക്യൂ എന്നൊക്കെയുള്ള പേര് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അത് ഇവരുടെ ഓപ്പൺ വെതർ മാപ്പ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ കയറി റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവരുടെ പ്രോപ്പർട്ടീസിൻ്റെ പേര്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിൻ്റെ പേര് ഇങ്ങനെയാണ്. അത് ഏത് API ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ നിന്ന് അതെങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത് കിട്ടും. ഓക്കെ, ഈ ആപ്പ് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൽ എന്താണ് നമ്മുടെ ഓതൻറ്റിക്കേഷൻ ഈ ഒരു ID ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്തേക്കുന്ന ഈ ഒരു സിറ്റിയും എൻ്റെ ഓതൻറ്റിക്കേഷനുമാണ്. പിന്നെ സെൻഡ് ചെയ്യണം. കണ്ടോ, സെൻഡിങ് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ റെസ്പോൺസ് കിട്ടി. കണ്ടോ, ഇവിടെ ടെമ്പറേച്ചർ ലൈക്ക്, ഇത് വേറെ ടൈപ്പ് ടെമ്പറേച്ചർ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ടെമ്പറേച്ചർ, ഫീൽ ലൈക്ക്, വിസിബിലിറ്റി, വിൻഡ്, സ്പീഡ്. കണ്ടോ, നമുക്ക് ലണ്ടൻ, നെയിം ലണ്ടൻ, കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സപ്പോസ് എൻ്റെ ഈ ഓതൻറ്റിക്കേഷൻ തെറ്റാണ്, ഇവിടെ ഓതൻ്റ് ആയില്ല, നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് 404
401 എറർ കിട്ടി. അൺഓതറൈസ്ഡ്. ഇത് അൺഓതറൈസ്ഡ് ആണ്. ഓതൻറ്റിക്കേഷൻ തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എവിടെയായിരുന്നു? ഓക്കെ, ഇനി നമുക്ക് നോക്കാം, സെൻഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമുക്ക് 200. ഓക്കെ, ഇതാണ് ഓക്കെ സിമ്പിൾ. ഇത് ഓരോ HTTP റെസ്പോൺസുകളാട്ടോ. ഇത് നിങ്ങൾക്ക് മോസിലേൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ വരാം. ഞാനിവിടെ URL തെറ്റിച്ച് കൊടുക്കാൻ പോവാണ്. സെൻഡ് ചെയ്യണം. കണ്ടോ, റിക്വസ്റ്റ് ആയിട്ടില്ല. ഇനി നമുക്കിവിടെ ഓപ്പൺ എന്നുള്ളിടത്ത് ഒരു എന്നും കൂടി ഇട്ടു. സെൻഡ് ചെയ്യാം. കണ്ടോ, നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല. ഓക്കെ, സോറി. കണ്ടോ, 400 ബാഡ് റിക്വസ്റ്റ്. കണ്ടോ, അങ്ങനെ നമുക്ക് പല HTTP റെസ്പോൺസും കിട്ടും. നമുക്കിവിടെ വന്നിട്ട് HTTP റെസ്പോൺസ് എന്ന് കൊടുക്കാം. ഇപ്പോൾ HTTP റെസ്പോൺസ് സ്റ്റാറ്റസ് കോഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇൻഫർമേഷൻ റെസ്പോൺസ്, സക്സസ്ഫുൾ റെസ്പോൺസ്. ഇത് 200 തൊട്ട് സക്സസ്ഫുൾ ആണ്. നമുക്ക് സക്സസ്ഫുൾ കിട്ടിയായിരുന്നു. റീഡയറക്ഷൻ ഉണ്ട്, ക്ലയൻറ്റ് എറർ ഉണ്ട്. ക്ലയൻറ്റ് സൈഡിൽ എറർ വരുന്നത് ഇങ്ങനെയാണ്, സെർവർ സൈഡിൽ എറർ വരുന്നത് ഇങ്ങനെയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇവിടെ കണ്ടോ, പലതരത്തിലുള്ള എറേഴ്സ് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, നോ കണ്ടൻറ്റ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം അറിയാൻ പറ്റും. ഈ ഒരു മോസിലേൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നത്. ഇത് ഞാനൊരു ഉദാഹരണം കാണിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ കണ്ടോ, ഞാൻ എക്സ്ട്രാ ഒരു പാരാമീറ്ററും കൂടി ആഡ് ചെയ്തു, യൂണിറ്റ് മെട്രിക്. എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്യും കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമുക്ക് കിട്ടിയേക്കണത് 25 ഡിഗ്രി സെൽഷ്യസ്. ഈ ഡിഗ്രിയൊക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നണേ. കോട്ടയാണ് കൊടുത്തിരിക്കുന്നത്. കോട്ടയത്ത് ഇപ്പോൾ 25 ഡിഗ്രി ആണോ എന്ന് അറിയത്തില്ല. 200 ആണ് കോഡ് കിട്ടിയേക്കണത്. സക്സസ് ആണ്. സ്റ്റാറ്റസ് കോഡ് ഓക്കെയാണ്. കൺട്രി ഇന്ത്യയാണ്. സൺസെറ്റ് കാണിച്ചിട്ടുണ്ട്. സൺസെറ്റിൻ്റെ എന്തോ സംഭവം എനിക്കറിയില്ല. ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്. എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ API ID ഉണ്ട്, ക്യൂ ഉണ്ട്, അതായത് ഏത് പ്ലേസ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ്സ് ആക്ച്വലി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ നമ്മൾ %% ഇട്ടിട്ടാട്ടോ നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് എവിടെ വേണേലും കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം നിങ്ങൾക്ക് എവിടെ വേണേലും %% സിമ്പിൾ ഉപയോഗിച്ച് പുതിയ വേരിയബിൾ ആഡ് ചെയ്യാൻ പറ്റും. അതായത് പാരാമീറ്റേഴ്സ് ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിത് മുഴുവനും എടുത്തു. ഇങ്ങനെ കാണുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് കോപ്പി ചെയ്യുവാണ്. ഇവിടെ വന്നു പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, നമുക്ക് ജെയ്സൺ റിക്വസ്റ്റ്, ഇതൊരു ജെയ്സൺ ഫോർമാറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഏതാണ് ഇതെന്നുള്ള ജെയ്സൺ വ്യൂവർ പ്രോ എന്നാണ് ഇതിൻ്റെ പേര്. എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വെബ് സ്റ്റോറിൽ പോയിട്ട് ജെയ്സൺ വ്യൂവർ പ്രോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജെയ്സൺ ടൈപ്പ് ചെയ്താൽ മതി. ജെയ്സൺ വ്യൂവർ. അത് ചിലപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടില്ല. കറക്റ്റായിട്ട് സെർച്ച് ചെയ്യണം. കണ്ടോ, ജെയ്സൺ വ്യൂവർ പ്രോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ക്ലിയർ ആയിട്ട്. ഇതുപോലെ കോപ്പി ചെയ്യാൻ പറ്റും പാത്തൊക്കെ. അപ്പം നിങ്ങളിതെല്ലാം റെഫർ ചെയ്യുക. നമ്മൾ APIൻ്റെ ഒരു ഇൻട്രോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ടൈപ്പ് റിക്വസ്റ്റും ചെയ്തു നോക്കാം. ഗെറ്റ് റിക്വസ്റ്റ് ചെയ്യാം, പുട്ട് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം റിയാൻ്റെ ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.